അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഇന്ത്യക്കെതിരെയുള്ള ഭീഷണികൾ പോരാഞ്ഞിട്ടായിരിക്കും അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിന്റെ മുന്നറിയിപ്പ്. ഇന്ന് നടക്കാൻ പോകുന്ന ട്രംപിന്റെയും പുടിന്റെയും റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച പരാജയപ്പെട്ടാൽ അമേരിക്ക ഇന്ത്യക്കെതിരെ വീണ്ടും തീരുവ വർദ്ധിപ്പിക്കുമത്രേ. റഷ്യ അമേരിക്ക ചർച്ച പരാജയപ്പെട്ടാൽ ഇന്ത്യ എന്തുപഴച്ചു? കാര്യമുണ്ടെന്നാണ് അമേരിക്ക പറയുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന പണം കൊണ്ടാണ് റഷ്യ യുദ്ധം ചെയ്യുന്നതെന്നാണ് അമേരിക്കയും ട്രംപും പറയുന്നത്. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ തമ്മിൽ പരിഹരിക്കേണ്ടതാണ്. എന്നാൽ ബെസന്റ് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ സെക്കൻഡറി സാങ്ഷനുകൾ ഏർപ്പെടുത്തുമെന്നാണ്. എന്നാൽ യൂറോപ്പ് തന്നെ റഷ്യൻ ഗ്യാസ് ഇറക്കുമതി തുടരുന്നുണ്ട്. ഇത് വ്യക്തമായ ഒരു ഇരട്ടത്താപ്പാണ്. ഇന്ത്യയെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നത് അനീതിയാണ്. നമ്മുടെ ഊർജ്ജ സുരക്ഷ ഒരു ആഗോള യുദ്ധത്തിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളാൽ നിർണ്ണയിക്കപ്പെടരുത്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും സാമ്പത്തിക താൽപ്പര്യങ്ങളും സംരക്ഷിക്കാനുള്ള നമ്മുടെ അവകാശത്തെ അമേരിക്ക മാനിക്കണ്ടേ? ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നാണ്. 2021 വെറും 3% മാത്രമായിരുന്നു റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇറക്കുമതി. എന്നാൽ 2024 ഇത് 35 മുതൽ 40% വരെ ഉയർന്നു. ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യൻ ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞതാണ് ഈ വർധനവിന് കാരണം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യ പോലുള്ള രാജ്യം വില കുറച്ച് കിട്ടുന്ന റഷ്യൻ ഓയിൽ വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ധന വില കൂടിയാൽ ഭക്ഷണം, ഗതാഗതം, ജീവിതച്ചെലവ് എന്നുവേണ്ട എല്ലാത്തിനും വില കൂടും. ഇത് നമ്മുടെ സാമ്പത്തിക വളർച്ചയെ തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് യുദ്ധത്തെ പിന്തുണയ്ക്കാനല്ല, മറിച്ച് നമ്മുടെ ജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള ഒരു പ്രായോഗിക തീരുമാനമാണ്. എന്നാൽ അമേരിക്കയുടെ ആരോപണം ഇന്ത്യ റഷ്യയുടെ യുദ്ധത്തെ പരോക്ഷമായ ധനസഹായം നൽകുന്നുവെന്നാണ്. ഇത് ശരിക്കും അടിസ്ഥാനരഹിതമാണ്. യുദ്ധത്തെ എപ്പോഴും എതിർത്ത ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ മാസം ആദ്യം ട്രംപ് ഇന്ത്യക്ക് 25% പെനാൽറ്റിയും റഷ്യയിൽ നിന്ന് ഓയിലും ആയുധങ്ങളും വാങ്ങുന്നതിന് 25% അധിക താരിഫ് ഏർപ്പെടുത്തി. അങ്ങനെ അത് മൊത്തം 50% താരിഫായി മാറി. ഈ നടപടി ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ച് നമ്മുടെ കയറ്റുമതി വ്യവസായങ്ങളായ ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി മേഖലകളെ. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അമേരിക്കയുടെ ഈ താരിഫുകൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ 0.5% വരെ കുറയ്ക്കുമെന്നാണ്. നമ്മുടെ കാർഷിക പാലുൽപാദന മേഖലകളിലെ ഇറക്കുമതി കുറച്ച് കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ ഈ മേഖലയിലെ ഇറക്കുമതിക്ക് തീരുവ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ മേഖല തീരുവയില്ലാതെ അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. അത് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇതാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ തടസ്സം സൃഷ്ടിക്കുന്ന പ്രധാന ഘടകം. അല്ലെങ്കിൽ വ്യാപാര ചർച്ചകൾ തുല്യതയോടെയും പരസ്പര ബഹുമാനത്തോടെയും കൂടി നടക്കണം, അല്ലാതെ ഭീഷണികളോടെയല്ല. വരുന്ന ആഗസ്റ്റ് 25 അമേരിക്കൻ വ്യാപാര പ്രതിനിധികൾ അടുത്തഘട്ട ചർച്ചകൾക്കായി ഇന്ത്യയിലെത്തും. 27 പുതിയ 50% താരിഫുകൾ പ്രാബല്യത്തിൽ വരികയും ചെയ്യും. ഇന്ത്യ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. അത് അവസാനിപ്പിക്കാൻ പല ശ്രമങ്ങൾ നടത്തിയിട്ടുമുണ്ട്. അത് ട്രംപ് ഇപ്പോൾ നടത്താൻ പോകുന്ന പോലെ ഏകപക്ഷീയമായിട്ടായിരുന്നില്ല. ഉക്രൈനിൻ്റെ പങ്കാളിത്തമില്ലാതെ ഒരു സമാധാന കരാറും ഉണ്ടാകരുത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ ആശങ്കയും ഇതുതന്നെയാണ്. ഉക്രൈനെ ഒഴിവാക്കി ട്രംപും പുടിനും തമ്മിൽ ചർച്ച നടത്തുന്നത് റഷ്യയ്ക്ക് അനുകൂലമായേക്കാം. ഇവിടെ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. സമാധാനം വേണം, പക്ഷേ നീതിയോടെ. അമേരിക്കയുടെ താരിഫ് ഭീഷണികൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെയും ദേശീയ താൽപ്പര്യങ്ങളെയും ചോദ്യം ചെയ്യുന്നതാവരുത്. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയെ ബാധിക്കാനും പാടില്ല. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ.